നമസ്കാരം. കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിന് നേർക്കാഴ്ചയായി രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി കൊല്ലം ജില്ലയിൽ സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശന വിപണന മേള ജനപങ്കാളിത്തം കൊണ്ടും വൈവിധ്യമാർന്ന സ്റ്റാളുകളുടെ മികവ് കൊണ്ടും ഏറെ ശ്രദ്ധേയമായി. മെയ് 14 മുതൽ 20 വരെ കൊല്ലത്തിന്റെ ഹൃദയഭൂമിയായ ആശ്രമ മൈതാനത്ത് അരങ്ങേറിയ ഈ മഹാമേള സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളും ജനക്ഷേമ പദ്ധതികളും പൊതുജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്നതിനുള്ള വിശാലമായ ഒരു വേദിയായി മാറി. അറിവും വിനോദവും സംരംഭകത്വവും കൈകോർത്ത ഈ ദിവസങ്ങൾ കൊല്ലം നിവാസികൾക്ക് ഒരു പുത്തൻ അനുഭവമാണ് സമ്മാനിച്ചത്. ഈ അവിസ്മരണീയമായ മേളയുടെ വിശേഷങ്ങൾ കണ്ടും കേട്ടുമറിയാം. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ കൊല്ലം പതിപ്പിന് ഇക്കഴിഞ്ഞ മെയ് 14 പ്രൗഢഗംഭീരമായ തുടക്കമാണ് കുറിച്ചത്. സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ഒന്നാം ഗവൺമെന്റിന്റെ സമയത്ത് 600-ലധികം വരുന്ന പോയിന്റുകൾ ഞങ്ങൾ നടപ്പിലാക്കുമെന്നുള്ളൊരു മാനിഫെസ്റ്റോ ആയിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. വിരലിലെണ്ണാവുന്ന കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് എന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യവും നമുക്ക് നടത്താൻ കഴിയും. നടത്താൻ പറ്റുന്നതേ പറയുന്നത് നടത്തും എന്ന് പറയുന്നത് തമിഴ് സിനിമയിലെ പഞ്ച് ഡയലോഗല്ല, നടത്താവുന്നതാണ് പറയുന്നത് നടത്തും എന്നുള്ളത് LDF ഗവൺമെന്റിന്റെ നയമാണ് ഈ കേരളത്തിൽ. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന ചടങ്ങിൽ MLA-മാരും മറ്റ് ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും സന്നിഹിതരായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയുടെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന കൊല്ലം ജില്ലയിലെ എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് കൊല്ലം ആശ്രാമം മൈതാനിയിൽ തുടക്കമായി. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. MLA-മാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. മെയ് 20 വരെ നടക്കുന്ന പ്രദർശന വിപണന മേളയിൽ വിജ്ഞാന വിനോദ കൗതുക കാഴ്ചകളാണ് സമന്വയിക്കുന്നത്. മെയ് 20 വരെ നീണ്ടുനിന്ന ഈ പ്രദർശന വിപണന മേള വിജ്ഞാനപ്രദവും വിനോദകരവുമായ കാഴ്ചകളാൽ സമ്പന്നമായിരുന്നു. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് മേള സന്ദർശിക്കാനെത്തിയത്. ഇനി നമുക്ക് മേളയിലെ പ്രധാനപ്പെട്ട സ്റ്റാളുകളിലേക്കും കാഴ്ചകളിലേക്കും കടക്കാം. കൊല്ലത്ത് നടന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ സന്ദർശകരെ ആദ്യം സ്വാഗതം ചെയ്തത് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ സ്റ്റാളാണ്. സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ, വികസന പദ്ധതികൾ എന്നിവയെക്കുറിച്ച് സമഗ്രമായ വിവരങ്ങൾ ഇവിടെ ഒരുക്കിയിരുന്നു. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മുതലുള്ള പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളുടെ ചിത്രങ്ങളും കേരളം വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളുടെ സംക്ഷിപ്ത വിവരങ്ങളും ഈ സ്റ്റാളിൽ സന്ദർശകർക്ക് കാണാനും മനസ്സിലാക്കാനും സാധിച്ചു. കൊല്ലം ജില്ലയുടെ തനതായ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രത്യേക വിഭാഗവും സ്റ്റാളിലുണ്ടായിരുന്നു. കൂടാതെ ഫോട്ടോ കോർണറും വ്യത്യസ്തമായ ഒരു സെൽഫി കോർണറും സന്ദർശകർക്കായി ഒരുക്കിയത് ഏറെ ശ്രദ്ധയാകർഷിച്ചു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കൊല്ലം ആശ്രമ മൈതാനത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ സന്ദർശകരെ ആദ്യം സ്വാഗതം ചെയ്യുന്നത് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാളാണ്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മുതൽ പ്രധാന ചുവടുവെപ്പുകളുടെ ഫോട്ടോകൾ വരെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കേരളം ഈ കാലയളവിൽ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളുടെ ചെറുവിവരങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ സന്ദർശകർക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. കൊല്ലം ജില്ല കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളും ഇവ കൂടാതെ ഫോട്ടോ കോർണറും വ്യത്യസ്തമായൊരു സെൽഫി കോർണറും സ്റ്റാളിൽ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. ഈ മാസം 20 വരെയാണ് കൊല്ലം ആശ്രമ മൈതാനത്ത് എന്റെ കേരളം പ്രദർശന വിപണന മേള ഒരുക്കിയിട്ടുള്ളത്. ജലത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു കേരള വാട്ടർ അതോറിറ്റിയുടെ സ്റ്റാൾ. കൊല്ലത്ത് നടന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഒരു മാതൃക അവതരിപ്പിച്ചുകൊണ്ടാണ് കേരള വാട്ടർ അതോറിറ്റി ശ്രദ്ധേയമായത്.
പുഴകളിൽ നിന്നും മറ്റ് സ്രോതസ്സുകളിൽ നിന്നും ശേഖരിക്കുന്ന ജലം ശുദ്ധീകരിച്ച് വീടുകളിലേക്ക് എത്തിക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ ഈ മാതൃകയിലൂടെ വിശദീകരിച്ചു. ജലശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്ന വിവിധ രാസവസ്തുക്കളുടെ പ്രദർശനവും സ്റ്റാളിൽ ഒരുക്കിയിരുന്നു. പൊതുജനങ്ങൾക്ക് അവർ കൊണ്ടുവരുന്ന വെള്ളത്തിന്റെ ഗുണമേന്മ പരിശോധിക്കാനുള്ള സൗകര്യവും ഇവിടെ ഉണ്ടായിരുന്നു. കരുതി ഉപയോഗിക്കാം ഓരോ തുള്ളിയും എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുള്ള ഫോട്ടോ കോർണറും ഈ സ്റ്റാളിന്റെ ഭാഗമായിരുന്നു. പുഴകളിൽ നിന്നും അതുപോലെ തന്നെ നദികളിൽ നിന്നും ഡാമുകളിൽ നിന്നും എടുക്കുന്ന വെള്ളം എയറേറ്ററിലോട്ടാണ് വരുന്നത്. ഈ എയറേറ്ററിൽ നിന്ന് ഫ്ലാഷ് മിക്സ്ചറിലോട്ട് പോകുന്നു. അതിനുശേഷം ഈ വെള്ളം നമ്മുടെ ഫിൽറ്റർ ഹൗസിലോട്ടാണ് പോകുന്നത്. ഈ ഫിൽറ്റർ ബെഡിൽ പോയി വെള്ളം അരിച്ചൊഴിഞ്ഞ വെള്ളമാണ് ഈ ക്ലോറിൻ റൂമിലേക്ക് വരുന്നത്. ലിക്വിഡ് ക്ലോറിനേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ക്ലോറിനേഷന് ശേഷമാണ് ഈ വെള്ളത്തിലെ ബാക്ടീരിയ എല്ലാം നശിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ക്ലിയർ വാട്ടർ സമ്പിലേക്ക് ഈ വെള്ളം വരുന്നതും പിന്നീട് OH ടാങ്കിലേക്ക് നമ്മുടെ ഓഫീസ് കോംപ്ലക്സിലുള്ള OH ടാങ്കുകളിലേക്കും വിവിധ ELSR അടക്കമുള്ള ടാങ്കുകളിലേക്ക് പോകുന്നതും അതിനുശേഷമാണ് നമ്മുടെ വീടുകളിലേക്ക് കണക്ഷനിലെ ടാപ്പുകളിലേക്കും പബ്ലിക് ടാപ്പുകളിലേക്കും പോകുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കൊല്ലം ആശ്രാമ മൈതാനത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് വാട്ടർ അതോറിറ്റി വാട്ടർ ട്രീറ്റ്മെന്റ് മാതൃക അവതരിപ്പിച്ചിരിക്കുന്നത്. പുഴയിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന വെള്ളം എങ്ങനെയാണ് ശുദ്ധീകരിച്ച് വിതരണത്തിന് ഒരുക്കുന്നത് എന്നതിനുള്ള പ്രവർത്തന മാതൃകയാണിത്. പുഴകളിൽ നിന്നും ജലം ശേഖരിച്ച് ശുദ്ധീകരണത്തിനു ശേഷം അവ വീടുകളിലേക്ക് എത്തുന്നതിന്റെ പ്രവർത്തനവും ജലത്തിന്റെ pH മൂല്യം എങ്ങനെ കൃത്യമാക്കാമെന്ന് തുടങ്ങിയുള്ള വിശദീകരണവും നൽകുന്നുണ്ട്. മറ്റൊരു സെക്ഷനിലായി ജലശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കെമിക്കൽ ഉപയോഗത്തിന്റെ സാമ്പിളുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ പൊതുജനങ്ങൾക്ക് അവർ കൊണ്ടുവരുന്ന വെള്ളം ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കരുതി ഉപയോഗിക്കാം ഓരോ തുള്ളിയും എന്ന ആശയം മുൻനിർത്തിയാണ് ഫോട്ടോ കോർണറും സ്റ്റാളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ സ്വന്തം ഫലമായ ചക്കയുടെ അനന്ത സാധ്യതകൾ വിളിച്ചോതുന്ന ഒരു സ്റ്റാളായിരുന്നു അടുത്ത പ്രധാന ആകർഷണം. ചക്കയിൽ നിന്നും 50-ലധികം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമായി ഈ സ്റ്റാൾ മേളയിൽ ശ്രദ്ധേയമായി. ചക്കക്കുരു അച്ചാർ മുതൽ ചപ്പാത്തിപ്പൊടി വരെ നീളുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ജാം, ഹൽവ, സ്ക്വാഷ്, അച്ചാർ, മുറുക്ക്, ലഡ്ഡു, ചപ്പാത്തിപ്പൊടി, പുട്ടുപൊടി, അവലോസ് പൊടി എന്നിങ്ങനെ പോകുന്നു ചക്കയുടെ രുചിഭേദങ്ങൾ. ചക്ക കൊണ്ടുള്ള മുറുക്കും പക്കാവടയും കൊണ്ടാട്ടവും വിവിധ രുചികളിലുള്ള ചക്ക ചിപ്സും സന്ദർശകരുടെ മനം കവർന്നു. 2022 മികച്ച കർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ഒരു കർഷകന്റെ ചക്ക വിഭവങ്ങൾക്ക് ആവശ്യക്കാരേറെയായിരുന്നു എന്നത് ഈ ഉൽപ്പന്നങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കൊല്ലം ആശ്രാമം മൈതാനത്ത് വെച്ച് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് ചക്കയിൽ നിന്നും 50-ലധികം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഒരുക്കിയിട്ടുള്ള സ്റ്റാൾ ശ്രദ്ധയാകർഷിക്കുന്നത്. ജാം, അലുവ, സ്ക്വാഷ് മുതൽ അച്ചാർ, മുറുക്ക്, ലഡ്ഡു വരെയും ചപ്പാത്തിപ്പൊടി, പുട്ടുപൊടി, അവലോസ് പൊടി എന്നിങ്ങനെയും നീളുന്നതാണ് ചക്ക കൊണ്ടുള്ള ലിസ്റ്റ്. ചക്ക കൊണ്ടുള്ള മുറുക്കും പക്കാവടയും കൊണ്ടാട്ടവും കൂടാതെ വിവിധ രുചികളിലുള്ള ചക്ക ചിപ്സും ലഭ്യമാണ്. 2022 മികച്ച കർഷകനുള്ള അവാർഡ് കൂടി കരസ്ഥമാക്കിയ കൃഷിക്കാരന്റെ ചക്ക വിഭവങ്ങൾക്കും ആവശ്യക്കാർ ഏറെയാണ്. പല ഐറ്റങ്ങൾ ഞങ്ങൾ ഇതിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചക്ക വറ്റലുണ്ട്, ചക്ക ചിപ്സ് ഉണ്ട്, മസാല ചിപ്സ് ഉണ്ട്, പിന്നെ ചക്കപ്പൊടിയുണ്ട്, ചക്ക വറ്റലുണ്ട്, പിന്നെ ചക്കയിൽ നിന്നുള്ള ചക്കക്കുരു അച്ചാർ, ചക്ക അച്ചാർ, പിന്നെ ജാം, സ്ക്വാഷ്, ചക്ക ഹൽവ, ഇങ്ങനെ നിരവധി ഐറ്റങ്ങളുണ്ട്. പിന്നെ അത് കൂടാതെ ഞങ്ങൾ ലൈവായിട്ട് പല ഐറ്റങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ 50ഓളം ഐറ്റങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യക്ഷമതയും പ്രാധാന്യവും വിളിച്ചോതുന്നതായിരുന്നു അടുത്ത സ്റ്റാൾ. കൊല്ലത്ത് നടന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ മികച്ച സ്റ്റാളുകളിൽ ഒന്നായി ഇത് വിലയിരുത്തപ്പെട്ടു. കൊല്ലം ജില്ലയിലെ 68 പഞ്ചായത്തുകളിലായി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പൂർത്തീകരിച്ചിട്ടുള്ള വിവിധ പദ്ധതികളുടെ വിശദമായ വിശകലനവും മാതൃകകളും ഇവിടെ ഒരുക്കിയിരുന്നു. ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രവൃത്തികളുടെ ഫോട്ടോകളും അവയുടെ വിവരണങ്ങളും സ്റ്റാളിൽ സന്ദർശകർക്കായി പ്രദർശിപ്പിച്ചു. തൊഴിലുറപ്പിലൂടെ നിർമ്മിച്ച വീടുകളുടെയും അംഗനവാടികളുടെയും തൊഴുത്തുകളുടെയും ഒക്കെ മിനിയേച്ചർ രൂപങ്ങൾ ഒരു പ്രത്യേക പ്ലോട്ടിലായി മനോഹരമായി അവതരിപ്പിച്ചത് ഏറെ ശ്രദ്ധ നേടി.
എന്തുകൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതികളിൽ കേരളം ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്നത് എന്നതിന്റെ നേർസാക്ഷ്യമാണ് ഈ സ്റ്റാളിലൂടെ കാണാൻ സാധിച്ചത്. കൊല്ലം ജില്ലയിലെ പ്രധാന പ്രവർത്തികളുടെ ഫോട്ടോകളും അതിന്റെ വിശകലനവും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. തൊഴിലുറപ്പിലൂടെ പണിത വീടുകളുടെയും അങ്കണവാടികളുടെയും തൊഴുത്തുകളുടെയും ഒക്കെ മിനിയേച്ചർ രൂപമാണ് ഒരു പ്ലോട്ടിലായി മിനിമൽ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതികളിൽ കേരളം ഇന്ത്യയിൽ ഒന്നാമതാകുന്നത് എന്നതിന്റെ നേർസാക്ഷ്യം ഇവിടെ കാണാൻ സാധിക്കും. ഇത് കൂടാതെ കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനുള്ള പ്രവൃത്തികളും അതുപോലെ തന്നെ മണ്ണ് ജലസംരക്ഷണ പദ്ധതികളും നമ്മൾ ഇതിനു കീഴിൽ നടപ്പിലാക്കുന്നു. അതുപോലെ തന്നെ സാമൂഹ്യ ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള പല പ്രവർത്തനങ്ങളും നമ്മളത് ഉദാഹരണം അംഗൻവാടി നിർമ്മാണം അത് നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വ്യക്തിഗത ആസ്തികൾ നൽകുന്ന അവർക്ക് ഉപജീവനം മെച്ചപ്പെടുത്തുന്നതിനുള്ള വ്യക്തിഗത ആസ്തികൾ നൽകുന്നതിന്റെ ഭാഗമായി തൊഴുത്ത്, കോഴിക്കൂട്, ആട്ടിൻകൂട്, അതുപോലെ തന്നെ ശുചിത്വ സംവിധാനത്തിന് ആവശ്യമുള്ള സോപ്പ് പിറ്റുകൾ, കമ്പോസ്റ്റ് പിറ്റുകൾ തുടങ്ങിയവയും നമ്മൾ ഈ പദ്ധതിയുടെ കീഴിൽ നൽകി വരുന്നു. മണ്ണിനെ അറിയാനും മണ്ണിനെ സംരക്ഷിക്കാനുമുള്ള സന്ദേശം നൽകുന്നതായിരുന്നു കേരള മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ സ്റ്റാൾ. കേരളത്തിൽ കണ്ടുവരുന്ന വിവിധയിനം മണ്ണുകളുടെ പ്രദർശനത്തിനൊപ്പം ഒരു പ്രദേശത്തിലെ മണ്ണിനെ എങ്ങനെ ശാസ്ത്രീയമായി സംരക്ഷിച്ച് നിർത്താമെന്നതിന്റെ ചെറുമാതൃകയും കൊല്ലത്തെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഇവർ ഒരുക്കി. സൗജന്യമായി മണ്ണ് പരിശോധന നടത്താനും ഇവിടെ സൗകര്യമുണ്ടായിരുന്നു. മണ്ണ് പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിക്കേണ്ട രീതി വിശദീകരിക്കുന്ന മാതൃകയും സന്ദർശകർക്ക് പ്രയോജനകരമായി. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കൊല്ലം ജില്ലയിലെ ആശ്രാമം മൈതാനത്തിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് കേരള മണ്ണ് സംരക്ഷണ വകുപ്പ് വിവിധയിനം മണ്ണുകളെ പരിചയപ്പെടുത്തുന്നത്. കൂടാതെ എങ്ങനെ മണ്ണ് സംരക്ഷിച്ചു നിർത്താം എന്നതിനുള്ള ചെറുമാതൃകയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റാളിൽ വെച്ച് സൗജന്യമായി മണ്ണ് പരിശോധന നടത്താനും സൗകര്യമുണ്ട്. മണ്ണ് പരിശോധനയ്ക്കുള്ള മണ്ണ് ഏത് രീതിയിലാണ് എടുക്കേണ്ടത് എന്നതിന്റെ മാതൃകയും ഇവിടെ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. ജില്ലയുടെ വികസനത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ പങ്ക് വ്യക്തമാക്കുന്നതായിരുന്നു അടുത്ത സ്റ്റാൾ. കൊല്ലം ജില്ലയിലെ പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് നടത്തുന്ന നിർമ്മാണ പ്രവർത്തികളുടെ മിനിയേച്ചർ രൂപങ്ങളായിരുന്നു ആശ്രമ മൈതാനത്ത് നടന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാളിലെ പ്രധാന ആകർഷണം. ഏകദേശം 10 മീറ്ററോളം നീളത്തിലൊരുക്കിയ ഈ മിനിയേച്ചറിൽ റോഡുകൾ, കെട്ടിടങ്ങൾ, പാലങ്ങൾ തുടങ്ങിയ നിരവധി നിർമ്മിതികളുടെ മാതൃകകൾ ഉൾപ്പെടുത്തിയിരുന്നു. ഇതുവഴി ജില്ലയിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ മികച്ച പ്രവർത്തനങ്ങൾ ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ സന്ദർശകർക്ക് കഴിഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കൊല്ലത്ത് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ വ്യത്യസ്തമായ സ്റ്റാൾ. ജില്ലയിൽ പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മിനിയേച്ചർ രൂപമാണ് സ്റ്റാളിലെ പ്രധാന ആകർഷണം. റോഡുകൾ, കെട്ടിടങ്ങൾ, പാലങ്ങൾ തുടങ്ങി നിരവധി മോഡലുകളാണ് സ്റ്റാളിൽ ഒരുക്കിയിട്ടുള്ളത്. തീരദേശ റോഡുകൾ തന്നെ 14 മീറ്റർ വീതിയിൽ കിഫ്ബി ധനസഹായത്തിൽ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശ ഹൈവേ ആണ്. അത് 3 റീച്ചായിട്ടാണ്. ഇതുവഴി ജില്ലയിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ മികച്ച പ്രവർത്തനങ്ങളും കാഴ്ചക്കാർക്ക് ഒരു കുടക്കീഴിൽ കാണാം. അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സേനയുടെ പ്രവർത്തനങ്ങൾ അടുത്തറിയാൻ അവസരമൊരുക്കുന്നതായിരുന്നു അവരുടെ സ്റ്റാൾ. വയനാട് ചൂരൽമല ദുരന്തത്തിന്റെ ഒരു ചെറുരൂപം തയ്യാറാക്കി അവിടെ നടന്ന രക്ഷാപ്രവർത്തനങ്ങളുടെ മാതൃക പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റാൾ ശ്രദ്ധ നേടിയത്. ചൂരൽമലയിലെ രക്ഷാപ്രവർത്തനത്തിന്റെ വലിയ മാതൃകകളും ഫയർ ആൻഡ് റെസ്ക്യൂ ടീം സന്ദർശകർക്കായി ഒരുക്കിയിരുന്നു.
കൂടാതെ രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിവിധ തരം ഉപകരണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചു. കൊല്ലത്തെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ വലിയ സ്റ്റാളുകളിൽ ഒന്നായിരുന്നു ഇത്. കേരള ഫയർ സർവീസിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായതും സങ്കീർണമായ രക്ഷാപ്രവർത്തനമായിരുന്നു നമ്മുടെ ചുരൽമലയിലേത്. ചുരൽമലയിൽ നമ്മളാണ് ആദ്യമായിട്ട് അവിടെ റെസ്ക്യൂ പ്രവർത്തനത്തിൽ എത്തുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കൊല്ലം ആശ്രാമ മൈതാനിയിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് ഏറെ നാശം വിതച്ച വയനാട് ചൂരൽമല ദുരന്തത്തിന്റെ മിനിയേച്ചർ രൂപം നിർമ്മിച്ചിട്ടുള്ളത്. ചൂരൽമലയിലെ രക്ഷാപ്രവർത്തനത്തിന്റെ വലിയ മാതൃകകളും സന്ദർശകർക്കായി ഫയർ ആൻഡ് റെസ്ക്യൂ ടീം സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിവിധതരം ഉപകരണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും സന്ദർശകർക്കായി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൊല്ലത്തെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ വലിയ സ്റ്റാളുകളിലൊന്ന് ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെതാണ്. രാത്രി തന്നെ നമ്മൾ എത്തുകയും തുടർന്ന് നമ്മൾ ഈ സിപ്പ് ലൈൻ അല്ലെങ്കിൽ ടയറോലിൻ ട്രാവേഴ്സ് എന്നുള്ള മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുവഴിയാണ് നമ്മൾ ആദ്യമായിട്ടൊരു കാഷ്വാലിറ്റി കൊണ്ടുവരുന്നത്. അതിൻ്റെ ഫോട്ടോ ആണ് നമ്മൾ അവിടെ കാണുന്നത്. അതിൻ്റെ തന്നെ ഒരു ഡെമോ ആണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ആ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ടയറോലിൻ ട്രാവേഴ്സ് എന്നുള്ളൊരു മെത്തേഡാണ്. അതിൽ എങ്ങനെ കാഷ്വാലിറ്റി ഒരു വെള്ളത്തിനടുക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുകയാണെങ്കിൽ റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് നമ്മളത് ചെയ്തത്. മെയ് 14 ആരംഭിച്ച എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ കൊല്ലം പതിപ്പ് 20 വരെയാണ് ആശ്രമം മൈതാനിയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. സമൂഹത്തിൽ നിയമവാഴ്ചയും സുരക്ഷയും ഉറപ്പാക്കുന്ന പോലീസ് സേനയുടെ വിവിധ മുഖങ്ങൾ പരിചയപ്പെടുത്തുന്ന സ്റ്റാളും മേളയും ഉണ്ടായിരുന്നു. കൊല്ലം ആശ്രമ മൈതാനിയിൽ നടന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ പോലീസ് വകുപ്പിന്റെ സ്റ്റാൾ ഏറെ ശ്രദ്ധേയമായി. പോലീസ് സേന ഉപയോഗിക്കുന്ന വിവിധയിനം തോക്കുകൾ, AK-47 പിസ്റ്റളുകൾ, സാധാരണ പാറാവ് തോക്കുകൾ, അവയുടെ തിരകൾ എന്നിവ ഇവിടെ പ്രദർശനത്തിലുണ്ടായിരുന്നു. വിവിധ തരത്തിലുള്ള ഗ്രനേഡുകൾ, വയർലെസ് ഫോണുകളും സന്ദർശകർക്ക് പരിചയപ്പെടുത്തി. പോലീസ് സേനയിലെ വിവിധ റാങ്കുകളെക്കുറിച്ചും അവയുടെ ചിഹ്നങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ അടങ്ങുന്ന യൂണിഫോം സെക്ഷനും ഈ സ്റ്റാളിന്റെ ഭാഗമായിരുന്നു. ദീർഘദൂരത്തേക്ക് നിറയൊഴിക്കാൻ പറ്റുന്ന തോക്കു മുതൽ AK-47 പിസ്റ്റലും സാധാ പാറാവ് തോക്കും അവയുടെ ഉണ്ടകളുമൊക്കെയാണ് പ്രദർശനത്തിലുള്ളത്. കൂടാതെ വിവിധ തരത്തിലുള്ള ഗ്രനേഡുകളും വയർലെസ് ഫോണുകളുമെല്ലാം പരിചയപ്പെടുത്തുന്നതിനായി നിർത്തിയിട്ടുണ്ട്. ലൈറ്റ് മെഷീൻ ഗൺ ഇരിപ്പുണ്ട്. അത് ഇൻസാസ് വർഗത്തിൽപ്പെട്ട ലൈറ്റ് മെഷീൻ ഗണ്ണാണ്. ഇത് ടിയർ സ്മോക്ക് ഫയർ ചെയ്യുന്ന ഒരു ആയുധമാണ്. ഇതിനകത്ത് ഒരു പ്രാവശ്യം നമുക്ക് 6 റൗണ്ട് ഫയർ ചെയ്യാൻ കഴിയും. ഇതിനകത്തിരിക്കുന്നതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ തിരകളാണ്. ടിയർ സ്മോക്ക് ഉണ്ട്, ടിയർ സ്മോക്ക് ഗ്രനേഡും ഷെല്ലുകളും ഉണ്ട്. അതുവഴി നമ്മൾ കമാൻഡിൽ ഉപയോഗിക്കുന്ന അമേരിക്കൻ്റെ ഒരു ഗ്ലോക്ക് പിസ്റ്റളുണ്ട്. പിന്നെ സാധാരണ നമ്മൾ കേരള പോലീസ് പിസ്റ്റളിൻ്റെ റിവോൾവറിൻ്റെ ഓരോ വെപ്പൺ നമ്മുടെ വശത്തുണ്ട്. പോലീസ് സേനയുടെ വിവിധ റാങ്കുകളെ പരിചയപ്പെടുത്തുന്നതിനായി വിവിധ പോലീസ് റാങ്കും അവയുടെ ചിഹ്നങ്ങളും അടയാളങ്ങളും അടങ്ങിയ യൂണിഫോം സെക്ഷനും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ലഹരി മാഫിയെ വലയിലാക്കൂ എന്ന സന്ദേശവുമായി ഒരു ബില്യാർഡ്സ് ഗെയിം കോർണറും ഒരുക്കിയിട്ടുണ്ട്. പോലീസ് വകുപ്പിന്റെ മറ്റൊരു വ്യത്യസ്തമായ സ്റ്റാളും മേളയിലുണ്ടായിരുന്നു. സോഷ്യൽ പോലീസിംഗ് ഡിവിഷന്റെ ഭാഗമായുള്ള DDAD, ഹോപ്പ് എന്നീ സേവനങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിച്ചത്. പോലീസിന്റെ മേൽനോട്ടത്തിലുള്ള തുടർ പഠന സൗകര്യങ്ങൾ, ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററുകൾ എന്നിവ ഈ സംരംഭങ്ങളുടെ പ്രധാന ഭാഗങ്ങളാണ്. കേരള പോലീസിന്റെ ഒരു പ്രോജക്റ്റാണ് പ്രോജക്റ്റ് ഹോപ്പ്. ഇത് SSLCയും +2 ചെയ്യാതെ പോയതിൻ്റെ കുട്ടികളുടെ അവർ ചിലപ്പം കുറേ കാര്യങ്ങൾ കാണും. അവർ പഠിത്തം വിട്ടു പോകുമ്പം കേരള പോലീസാണ് അവരുടെ പഠിത്തത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അവർക്ക് മുമ്പോട്ട് പഠിത്തം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, അതിൽ നമ്മൾ ക്ലാസ്സസ് എടുക്കും. നമ്മൾ അത് അവർക്ക് വേണ്ടി അഡ്മിഷൻ ഫീസും എക്സാം ഫീസാണ് കൊടുക്കുന്നത്. സമൂഹത്തിൽ പ്രത്യേകിച്ച് യുവതലമുറയിൽ ഡിജിറ്റൽ ഉപകരണങ്ങളോടുള്ള അമിതമായ ആസക്തി കുറയ്ക്കുന്നതിനും സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അവബോധം നൽകുന്നതിനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഈ സ്റ്റാൾ. അഡിക്ഷൻ കൂടുതലായിട്ടുള്ള കുട്ടികളെ രക്ഷകർത്താക്കൾ തന്നെ തിരിച്ചറിയുകയും അല്ലെങ്കിൽ അതുപോലെ തന്നെ ടീച്ചേഴ്സോ ആരെങ്കിലും തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മുടെ സെന്ററിലോട്ട് കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അവരെ വീടുകളിൽ പോയി വിസിറ്റ് ചെയ്ത് അവർക്ക് വേണ്ട കൗൺസിലിംഗും കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. സാങ്കേതിക വിദ്യയുടെ വിസ്മയ കാഴ്ചകളായിരുന്നു അടുത്തത്. സുരക്ഷാ സേന ബോംബ് നിർവീര്യമാക്കാനായി ഉപയോഗിക്കുന്ന ഒരു റോബോട്ടിക് ഡോഗ് IPL മത്സര വേദികളിൽ താരമായി മാറിയതിനു ശേഷം കൊല്ലത്തുമെത്തി. എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സ്റ്റാളിലാണ് ഈ റോബോട്ടിക് ഡോഗിന്റെ അത്യുഗ്രൻ പ്രകടനങ്ങൾ ഒരുക്കിയത്.
ബെൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ റോബോട്ടിക് ഡോഗിന്റെ ഏറ്റവും പുതിയ പതിപ്പാണ് ഇവിടെ പ്രദർശിപ്പിച്ചത്. കണ്ണ് കാണാത്തവർക്കും വഴികാട്ടിയായും സന്ദർശകർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തും അവരോടൊപ്പം ഓടിക്കളിച്ചും ബെൻ താരമായി. ഇതുകൂടാതെ ഐറിസ് എന്ന ഡ്രോണും സ്റ്റാളിൽ പ്രദർശനത്തിനായി എത്തിച്ചിരുന്നു. IPL മത്സരവേദികളിൽ താരമായി മാറിയ റോബോട്ടിക് ഡോഗിന്റെ ഏറ്റവും പുതിയ വേർഷനാണ് എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. കണ്ണു കാണാത്തവർക്ക് വഴികാട്ടിയായും മറ്റു കാണികൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തും അവരോടൊപ്പം ഓടിക്കളിക്കുകയും ചെയ്യും ബെൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ റോബോട്ടിക് ഡോഗ്. കൂടാതെ ഐറിസ് എന്ന ഡ്രോണും സ്റ്റാളിൽ പ്രദർശനത്തിനായി എത്തിച്ചിട്ടുണ്ട്. സിനിമാ പ്രേമികൾക്കായി ഒരു സവിശേഷ അനുഭവം തന്നെ മേളയിൽ ഒരുക്കിയിരുന്നു. മലയാള സിനിമയിലെ സുവർണ കാലഘട്ടത്തിലെ ക്ലാസിക് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച മിനി തിയേറ്ററായിരുന്നു അത്. ചെമ്മീൻ മുതൽ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് വരെ മലയാളത്തെ ലോക സിനിമയുടെ നെറുകയിലെത്തിച്ച 21 എണ്ണം പറഞ്ഞ സിനിമകളുടെ പ്രദർശനമാണ് സൗജന്യമായി ഇവിടെ ഒരുക്കിയത്. എലിപ്പത്തായം, കുമ്മാട്ടി, പെരുന്തച്ചൻ, കബനി നദി ചുവന്നപ്പോൾ, കുട്ടിസ്രാങ്ക് തുടങ്ങിയ ചിത്രങ്ങൾ റീമാസ്റ്റർ ചെയ്ത പതിപ്പുകളാണ് പ്രദർശിപ്പിച്ചത്. തിയേറ്ററിൽ കാണാൻ സാധിക്കാതെ പോയ ക്ലാസിക് സിനിമകൾ മനോഹരമായി സജ്ജീകരിച്ച ഈ മിനി തിയേറ്ററിൽ വീണ്ടും കാണാനുള്ള അവസരം പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഒരുപോലെ ആസ്വാദികരമായി. മലയാള സിനിമയ്ക്ക് പുതിയൊരു തിയേറ്റർ സംസ്കാരത്തിന് ഇത് വഴി തെളിച്ചേക്കാം. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കൊല്ലം ആശ്രാമം മൈതാനത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേളയിലെ മിനി തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നത് മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച ക്ലാസിക് സിനിമകളാണ്. ചെമ്മീൻ, എലിപ്പത്തായം, കുമ്മാട്ടി, പെരുന്തച്ചൻ, കബനി നദി ചുവന്നപ്പോൾ, കുട്ടിസ്രാങ്ക്, പ്രാഞ്ചിയേട്ടൻ ഇങ്ങനെ പോകുന്നു സിനിമയുടെ പേരുകൾ. തിയേറ്ററിൽ കാണാനാകാതെ പോയ സിനിമകൾ അതിമനോഹരമായി ഒരുക്കിയ മിനി തിയേറ്ററിൽ വീണ്ടും കാണാം എന്നതാണ് പ്രധാന പ്രത്യേകതകളിൽ ഒന്ന്. റീമാസ്റ്റർ ചെയ്ത സിനിമകളുടെ പതിപ്പാണ് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നത്. മലയാളത്തിന്റെ ക്ലാസിക്കുകൾ സൗജന്യമായി ഒരേ തിയേറ്ററിൽ നിന്ന് തന്നെ കാണാമെന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ഈ മിനി തിയേറ്ററിലൂടെ പുതിയൊരു സിനിമാ തിയേറ്റർ സംസ്കാരത്തിനും മലയാള സിനിമാ പ്രേമികൾ വഴി തുറന്ന് വച്ചേക്കാം. 7 ദിനങ്ങൾ നീണ്ടുനിന്ന വിജ്ഞാനത്തിന്റെയും വിനോദത്തിന്റെയും ഈ മഹാമേളയ്ക്ക് മെയ് 20 തിരശ്ശീല വീണു. 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കൊല്ലം ആശ്രാമം മൈതാനിൽ നടന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. സമാപന ചടങ്ങിൽ സംസാരിച്ച മന്ത്രി ചിഞ്ചുറാണി ആരോഗ്യ, വിദ്യാഭ്യാസ, ജനക്ഷേമ മേഖലകളിൽ രാജ്യത്ത് കേരളം മുൻപന്തിയിലാണെന്ന് ചൂണ്ടിക്കാട്ടി. സപ്ലൈകോ സ്റ്റാളിൽ നിന്നും മാത്രം ഏകദേശം 2 ലക്ഷത്തോളം രൂപയുടെ വിറ്റുവരവ് നേടിയത് മേളയുടെ ജനപിന്തുണയുടെ അടയാളമാണെന്നും അറിവ് പകരുന്നതിലും സർക്കാർ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനും എന്റെ കേരളം പ്രദർശന മേള വിജയിച്ചുവെന്നും ചടങ്ങിൽ സംസാരിച്ച ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കഴിഞ്ഞ 9 വർഷം കൊണ്ട് സർവതല സ്പർശിയായ വികസന പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ സർക്കാരിനായെന്നും മുകേഷ് MLA അഭിപ്രായപ്പെട്ടു. ലോകത്തിന് മാതൃകയാക്കേണ്ട ഒട്ടേറെ ആശയങ്ങളും പദ്ധതികളും കേരളം നടപ്പാക്കിയതായി നൌഷാദ് MLAയും പറഞ്ഞു. കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, ജില്ലാ കളക്ടർ N ദേവിദാസ് തുടങ്ങിയ പ്രമുഖരും സമാപന ചടങ്ങിൽ പങ്കെടുത്തു. മെയ് 14 ആരംഭിച്ച 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേളയാണ് 20 സമാപിച്ചത്. കൊല്ലം ആശ്രാമം മൈതാനിയിൽ ഒരുക്കിയ പ്രദർശന വിപണന മേളയുടെ സമാപന സമ്മേളനം ധനമന്ത്രി KN ബാലഗോപാലിന്റെ അധ്യക്ഷതയിൽ മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. 2ാം പിണറായി സർക്കാർ 4ാം വാർഷികത്തിൽ എത്തി നിൽക്കുമ്പോൾ കേരളത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ പൊതുജനങ്ങൾ മേളയിലൂടെ ഒറ്റനോട്ടത്തിൽ കാണാൻ സാധിച്ചു. 7 ദിവസങ്ങളായുള്ള മേളയിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും 200ഓളം ശീതീകരിച്ച സ്റ്റാളുകളായിരുന്നു പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ചടങ്ങിൽ MLAമാരായ മുകേഷും നൌഷാദും പങ്കെടുത്തു.
കൊല്ലം ജില്ലയിൽ നടന്ന എൻ്റെ കേരളം മേള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനൊപ്പം ചെറുകിട സംരംഭങ്ങൾക്കും കുടുംബശ്രീ യൂണിറ്റുകൾക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാനും മികച്ച അവസരമൊരുക്കി. വിജ്ഞാനവും വിനോദവും ഒത്തുചേർന്ന ഈ മേള കൊല്ലം നിവാസികൾക്ക് ഒരു പുത്തൻ അനുഭവമാണ് സമ്മാനിച്ചത്.